ഹായ് നോക്കൂ, രാവിലത്തെ പ്രഭാതം കാണാൻ നമ്മുടെ മണിക്കുട്ടി ഇതാ അടുക്കളയുടെ പടിവാതിൽ വന്നിരുന്ന് എത്തിനോട്ടം തുടങ്ങിയിട്ടുണ്ട്. വെളിയിലോട്ട് ഇറങ്ങാനുള്ള പരിപാടിയാണ്. ഇനി രണ്ടുപേരും കൂടെ വരാനുണ്ട്, അവരെയാണ് നോക്കുന്നത്. വന്നു കഴിഞ്ഞാൽ 3 പേരായിട്ട് ഇവിടെ വെളിയിലൊന്ന് കൊണ്ടാക്കും കേട്ടോ. എന്നിട്ട് ഞാനും കൂടെ ഇരിക്കും. അങ്ങനെ കിളികൾ കരയുന്ന ശബ്ദവും കാക്ക കരയുന്ന ശബ്ദവും എല്ലാം കേട്ട് മലന്നും നോക്കി തിരിഞ്ഞും നോക്കി അങ്ങനെ അവൻ ആലോചിച്ചിരിക്കുകയാണ്. അപ്പോൾ രണ്ടുപേരും കൂടെ ഇനി ഉറക്കെഴുന്നേറ്റ് വന്നെങ്കിലേ നമുക്ക് വെളിയിലോട്ടൊക്കെ ഒന്ന് പോകാൻ പറ്റുള്ളൂ. മാമ നമ്മളെ വെളിയിലോട്ട് ഇറക്കാമെന്നും പറഞ്ഞ് ഇവന്മാരെ കാണുന്നതുമില്ല, ഉറക്കം തന്നെ. അങ്ങനെ ആകെ വിഷമിച്ച ഒരു പരുവത്തിലാണ് നമ്മുടെ ചെറുക്കൻ അങ്ങനെ ഇരിക്കുന്നത്. മണിക്കുട്ടിക്ക് എത്രയും പെട്ടെന്ന് വെളിയിലോട്ടൊന്ന് ചെറിയൊരു ചുറ്റിക്കളി മുറ്റത്തിൻ്റെ സൈഡിലേക്ക് ആ ഒരു കൊതിയിൽ നിൽക്കുകയാണ്. മറ്റേ രണ്ടാളും കൂടെ വന്നെങ്കിലേ നമുക്ക് വെളിയിൽ പോകാൻ പറ്റുള്ളൂ. ഞാനും കൂടെ ഇരിക്കും കേട്ടോ, അല്ലാതെ ശരിയാകത്തില്ല. അങ്ങനെ വളരെ സേഫ്റ്റിയോടെയാണ് നമ്മുടെ പിള്ളേരെ ഞങ്ങൾ വെളിയിൽ ഇറക്കുന്നത്. 3 പേരും അടുക്കളയുടെ പടിയിലിരുന്ന് എന്തൊക്കെയോ കാഴ്ചകൾ കാണുകയാണ്. പല സൗണ്ടുകളും പല കിളികൾ കരയുന്ന ശബ്ദങ്ങളും കാക്കയുടെ ശബ്ദങ്ങളൊക്കെ കേട്ട് ഒരു വല്ലാത്ത അവസ്ഥയിൽ ഇരിക്കുകയാണ്. നമുക്കിനി വെളിയിലാണ് പോകേണ്ടത്, കാക്ക പിടിക്കാനൊന്നും പോകുന്നതല്ല. വെളിയിൽ കുറച്ച് വെയിലും കാര്യങ്ങളൊക്കെ കൊള്ളണം. ആ ഒരു ആവേശത്തിൽ പിള്ളേർ നിൽക്കുകയാണ്. ഞാൻ റെഡിയാണെങ്കിൽ മാത്രമേ പിള്ളേർ വെളിയിൽ ഇറങ്ങുകയുള്ളൂ. മാമൻ ബീഡി പിടിക്കുന്നല്ലാതെ ഞങ്ങളെ കൊണ്ടുപോകുന്നില്ലല്ലോ. കുറച്ച് സമയമായി ഒന്ന് വെളിയിലോട്ടൊക്കെ ഒന്ന് കറങ്ങിയിട്ട്. ഓടി വാ മാമോ, കുറേ നേരം കൊണ്ട് നമ്മൾ ശ്രമിക്കുന്നു, ഇതുവരെ വരാൻ സമയമായില്ല. എന്തെടുക്കാമെന്നറിയില്ലല്ലോ. ഞങ്ങളെ വിളിച്ച് കൊതിപ്പിക്കുകയാണോ മാമ? ഓടി വാ ഞങ്ങൾക്ക് വെളിയിൽ ഇറങ്ങണം. അങ്ങനെ നമ്മുടെ പിള്ളേരെ ഞങ്ങൾ വെളിയിൽ കൊണ്ടുപോകാൻ നിൽക്കുകയാണ്. എന്നാൽ പിന്നെ നമുക്ക് പോയാലോ? ആ വെയിലുള്ള ഭാഗത്തോട്ട് പോകാടെ പൊന്നുമക്കളെ. എടുക്കട്ടെ നിങ്ങളെ 3 പേരെ, ബാ ആ വെയിലുള്ളിടത്തോട്ട് പോവാം. അങ്ങനെ ഞങ്ങൾ സേഫായ ഞാനൊരു തണലുള്ള ഭാഗത്തോട്ടിരിക്കുന്നു. പിള്ളേരും എൻ്റെ കാലിലൊക്കെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ എങ്ങോട്ട് മാറി പോകത്തില്ല കേട്ടോ. നമ്മുടെ കയ്യിൽ പിടിച്ചുള്ള കളിയും കാര്യമായിട്ട് ഇങ്ങനെ അങ്ങ് കൂടും. അതുപോലെ തന്നെ എന്നെ ചുറ്റിപ്പറ്റി ഇരുന്ന് കളിക്കാനാണ് പിള്ളേർക്ക് വളരെ ഇഷ്ടം കേട്ടോ. ഇതാ കയ്യിലിൻ്റെ അടിയിലൊക്കെ ഇരുന്ന് കളിക്കും. അതുപോലെ എൻ്റെ കാലിൽ കയറി ഇതുപോലെ ഇരിക്കും. അങ്ങനെ ദൂരോട്ടൊന്നും മാറി പോകത്തില്ല. ഞാൻ ഇരിക്കുകയാണെങ്കിൽ മാത്രമാണ് ഇതുപോലെ ഒന്ന് കളിക്കുന്നത്. ഞാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകും കേട്ടോ. എത്ര സമയം വേണമെങ്കിലും നമ്മുടെ കാലിലൊക്കെ ഇരുന്ന് ഇതുപോലെ കളിച്ചിരിക്കും. അമ്മയും വേണ്ട, ആരും വേണ്ട, നമ്മളോട് ഇതുപോലെ ഇരുന്ന് കളിച്ച് കാലിലൊക്കെ കയറി ഇരുന്ന് കുരുത്തക്കെടും കാണിച്ചിരിക്കും. അത് വളരെ ഇഷ്ടമാണ് കേട്ടോ. അതുപോലെ ഈ പായ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാലേ വളരെ കളിയായിരിക്കും. ആ പായയ്ക്ക് അടിയിൽ കൂടെയൊക്കെ പോയി കളിക്കും. ഇതൊക്കെ അവർക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കളികളാണ്. അപ്പോൾ എൻ്റെ കാലിലിരുന്ന് എന്നെ ചുറ്റിപ്പറ്റിയുള്ള കളിയാണ് കളിക്കുന്നത്. ഞാനൊന്ന് വെയിൽ കൊള്ളിക്കാനായിട്ട് കൊണ്ടുവന്നതാണ്. വെയിലുള്ള ഭാഗത്തോട്ട് പോയില്ല. ഇനി അങ്ങോട്ടുണ്ട് എടുത്താക്കണം. എങ്കിലേ അവിടെ പോയിട്ട് കുറച്ച് ഇലകളൊക്കെ, അവരുടെ മെഡിസിൻ ഇലകളൊക്കെ അവിടെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് എടുക്കുകയൊക്കെ ചെയ്യും അവർ. അങ്ങനെ വിരയുടെ മരുന്നൊക്കെ ഞങ്ങൾ കൊടുത്ത് അവരെ നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. എന്നാലും കുറച്ച് ആഹാരമൊക്കെ എടുക്കാൻ വലിയ പാടാണ് കേട്ടോ. ഇനി അതിനുള്ളൊരു മരുന്ന് വാങ്ങണം. ഈ ഇരിക്കുന്നവരാണെങ്കിലേ ആഹാരം വളരെ കുറച്ചാണ് കഴിക്കുന്നത്. അവർ ചെറിയ കുഞ്ഞുങ്ങളായതുകൊണ്ട് എന്ത് കുരുത്തക്കേട് കാണിച്ചാലും നമ്മളങ്ങ് സഹിക്കും കേട്ടോ. അവരെ അടിക്കത്തൊന്നുമില്ല. അവരെ അടിക്കാൻ തന്നെ തോന്നത്തില്ല. അവരുടെ ഈ കളി കണ്ടാൽ ഈ പൊടി കുഞ്ഞുങ്ങളെ, ഇതുപോലെ ഇരുന്ന് കളിക്കുന്ന പൊടി കുഞ്ഞുങ്ങളെ നമ്മൾ എങ്ങനെയാണ് അടിക്കുന്നത്? പിള്ളേർക്ക് 1നും 2നും പോകാനുള്ള രാത്രിയുള്ള സമയങ്ങളും പകലും ഞങ്ങളൊരു മുറത്തിനകത്ത് ചാമ്പലിട്ട് വെക്കും. അത് ഡെയിലി മാറ്റുകയാണ് ചെയ്യുന്നത്. കുറച്ചുകൂടെ വലുതായി കഴിഞ്ഞാൽ 1നും 2നും പിള്ളേർ പുറത്ത് പോകും. ഞങ്ങൾക്ക് പിന്നെ യാതൊരു ടെൻഷനില്ല. ഇപ്പോഴും പൊടി കുഞ്ഞുങ്ങളായതുകൊണ്ട് നമുക്കൊരു ചെറിയ ബുദ്ധിമുട്ട് തന്നെയാണ്. എങ്കിലും ഞങ്ങളിതൊന്നും കാര്യമാക്കുന്നില്ല. പിള്ളേരുടെ കളിയും ആ കുഞ്ഞുങ്ങളോടുള്ള സ്നേഹം, അത് ഞങ്ങൾക്കൊരു നിങ്ങളോട് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നമ്മളങ്ങനെ അവരെ നോക്കുന്നത്. അവിടെ നിൽക്കുന്ന കുറച്ച് പുല്ല് അവർക്ക് കഴിക്കാനുള്ള മെഡിസിനാണ്. അതൊക്കെ കുറച്ചൊക്കെ അവർ കഴിക്കാറുണ്ട്. അങ്ങനെ അവിടെയാണ് നമുക്ക് കുറച്ച് വെയിലും ഭാഗങ്ങളൊക്കെ ഉള്ളത്. അവിടെ കുറേ നേരം കളിച്ച് വീട്ടിലോട്ട് ഓടി വരാനൊക്കെ അവർക്ക് അറിയാം. തൊട്ടടുത്തായിട്ടാണ് കളിക്കുന്നത്. ഒരാൾ ഓടി വന്നു കഴിഞ്ഞാൽ കൂടെ 2 പേരും കൂടെ ഓടി വരും. ഒറ്റ ടീമായിട്ടാണ് അവരുടെ കളിയും. അതുപോലെ എങ്ങോട്ട് മാറിപ്പോയാലും കേട്ടോ. അതുപോലെ തന്നെ അമ്മയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് പിള്ളേരെ വെളിയിൽ കൊണ്ടുപോകാൻ വളരെ ശ്രമിക്കുന്നുണ്ട്. വീട്ടിനകത്തൊന്നും കയറത്തില്ല. അങ്ങനെ 2 ദിവസം വലിയ സമരത്തിലായിരുന്നു. അതിപ്പോൾ വിട്ടുമാറി ഇന്നലെ തൊട്ട് വീണ്ടും വീട്ടിനകത്ത് ഉറക്കമായി കേട്ടോ. രാത്രി അവരുടെ രീതിയിൽ എന്തൊക്കെയോ തമാശ പറയുകയും കളിക്കുകയും ചെയ്യുകയാണ്. അവരുടെ തമാശയിൽ വളരെ രസകരമായിട്ടാണ് അവർ കിടന്ന് പിടികൂടുന്നത്. അങ്ങനെ അവരുടെ പച്ചളം മരുന്നൊക്കെ അവർ കഴിച്ചു. രാവിലത്തെ ഇളം വെയിലും കൊണ്ട് പച്ചളം മരുന്നൊക്കെ കഴിച്ചു.
ഏത് ചെന്ന് പിടിക്കട്ട് ഏത് എടുക്കട്ട് എന്ന് വേണ്ട, അങ്ങനെയുള്ളൊരു പ്രകൃതിയാണ് അവരുടെ കയ്യിലുള്ളത്. ചെറിയ ചെറിയ പ്രാണികളൊക്കെ പറന്നു പോയാലും അതിനെ പിടിക്കണം, കാക്ക കരഞ്ഞാൽ അതിനെ പിടിക്കണം എന്ന് വേണ്ട, എന്ത് സൗണ്ട് കേട്ടാലും അവർക്കതിനെ ആക്രമിക്കണം, അല്ലെങ്കിൽ അത് പിടിക്കാനുള്ള ഒരു വെപ്രാള പിടിച്ച കളികളൊക്കെയാണ് കളിക്കുകയും നോക്കുകയൊക്കെ ചെയ്യുന്നത്. അതൊക്കെ കാണുമ്പോഴാണ് നമുക്ക് വളരെ രസകരമായിട്ട് ഈ കുഞ്ഞുങ്ങളോട് ഇഷ്ടം തോന്നാറുള്ളത്. വെയിൽ കൊണ്ടുള്ള കളിയൊക്കെ നിർത്തി അവർ നേരെ വന്നിരിക്കുന്നേ നമ്മളുടെ ചെടി നട്ടിരിക്കുന്ന ഭാഗത്താണ്. അവിടെ നല്ല തണലാണ്, അവിടെയാണ് ഈ വന്നിരുന്ന് കളിക്കുന്നത്. ഇനി ഇവിടെ കുറച്ച് കളിച്ചിട്ട് നേരെ അടുക്കളയ്ക്ക് ഓടും കേട്ടോ. രാവിലെ ഒന്നും കഴിച്ചിട്ടില്ലേ പിള്ളേർ, അവർക്ക് ചോറൊക്കെ ശരിയാക്കി അങ്ങനെ വെച്ചിരിക്കുകയാണ്. ഞങ്ങൾ മീനും ചോറും ഇളക്കി നന്നായിട്ട് കുഴച്ചാണ് കൊടുക്കുന്നത്, വേറെ നമ്മളങ്ങനെ കൊടുക്കാറില്ല. അതുപോലെ തന്നെ അമ്മ വന്ന് പാലൊക്കെ കൊടുക്കും. അങ്ങനെയാണ് ഇപ്പോൾ പോകുന്നത്. ഈ കുഞ്ഞാണെങ്കിലോ ആഹാരമെടുപ്പ് വളരെ കുറവാണ് കേട്ടോ. കുറേ സമയമായിട്ടുണ്ട് പിള്ളേർ വെളിയിരുന്ന് കളിക്കുകയാണ്. ഇനി ഞാൻ പിള്ളേരെ കൊണ്ട് അകത്ത് പോകും കേട്ടോ. എനിക്കും കുറച്ച് പരിപാടിയൊക്കെ ഉള്ളതാണ്. അങ്ങനെ പിള്ളേർ ഞങ്ങളുടെ ചെടിച്ചട്ടിയുടെ സൈഡിലൊക്കെ ഇരുന്ന് കളിച്ച് അവർ സന്തോഷവരായി. ഇനി അവരെ കൂട്ടിക്കൊണ്ട് ഞങ്ങളകത്തേക്ക് പോകും. എനിക്കും കുറച്ച് പരിപാടിയുള്ളതാണ്. പിള്ളേർ സന്തോഷവരായി കളിക്കുന്നതൊക്കെ നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ ഇത്രയും കാണിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ ഞങ്ങൾ തിരിച്ചു വരാം. ഓക്കെ, ബൈ.